Dears, welcome back to Arcanix. So, നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന എഞ്ചിനീയറിംഗിന്റെയും അതേപോലെ ബി ഫാമിന്റെയും റാങ്ക് ലിസ്റ്റ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 73,000 കുട്ടികളാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഈ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. അതായത് ഏത് റാങ്കിൽ എത്തിയാലാണ് ഗവൺമെന്റ് സെക്ടറിൽ ഓരോ സ്ട്രീമിലും നിങ്ങൾക്ക് ഒരു സാധ്യതയുള്ളത്. അതായത് നിങ്ങളെ റാങ്കിന് നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടാനാണ് സാധ്യത എന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ സാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം കോഴിക്കോട് നോക്കാം. കാലിക്കറ്റ് ഗവൺമെന്റ് സെക്ടറിൽ ഓപ്പൺ വിഭാഗത്തിൽ 13,207 കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് ഇയറിലെ റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഓപ്പൺ കാറ്റഗറിയിൽ ഏകദേശം എല്ലാം 13,000-ലാണ് അല്ലേ? പക്ഷേ നമ്മൾ CET ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ 5,286-നാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. അപ്പൊ എനിക്കൊന്ന് ഏറെ ഡിമാൻഡിങ് ആയിട്ടുള്ള കോളേജാണ് CET ട്രിവാൻഡ്രം. അതുകൊണ്ട് തന്നെ 5,286 ആയിരുന്നു CET ട്രിവാൻഡ്രത്തിലെ ലാസ്റ്റ് റാങ്ക് വന്നത്. ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ സിമിലർലി ഓപ്പൺ കാറ്റഗറി പോലെ തന്നെ ഒരു 16,000, 18,000 ആ ഒരു റേഞ്ചിൽ വന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് നമുക്കത് മനസ്സിലാവുന്ന ഏകദേശം 3,000 ഡിഫറൻസ് ആണല്ലേ? ജനറൽ കാറ്റഗറിയും ഈഴവയിലും വരുന്ന സമയത്ത് ഏകദേശം 3,000 റാങ്കിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. 16,000-ലാണ് കോഴിക്കോട് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ മുസ്ലിം കാറ്റഗറിയും അതേപോലെ ഒരു 15,000, 17,000 ആണ്. പക്ഷെ LA-യിലേക്ക് പോകുന്ന സമയത്ത് അവര് 45,000 വരെ ഗവൺമെന്റ് സെക്ടറിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതായത് 45,000 റാങ്ക് ആണെങ്കിൽ പോലും നിങ്ങൾ വെറിയിടേണ്ട ആവശ്യമില്ല. നിങ്ങളെ കാറ്റഗറി നോക്കി വേണം അഡ്മിഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ. എല്ലാ കാറ്റഗറിയിൽ 45,132 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ DV ആണെങ്കിലും എനിക്ക് തോന്നുന്നു 40,000 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ VK കാറ്റഗറിയും ബാക്ക്വേർഡ് ഹിന്ദു നോക്കുകയാണെങ്കിൽ 20,000, 18,000 തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 41,000 റാങ്കിന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചു. ആൻഡ് KN നോക്കുകയാണെങ്കിൽ 38,000, 40,000 വരെ TKM കൊല്ലത്ത് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. SC കാറ്റഗറി ആണെങ്കിൽ ST കാറ്റഗറി ആണെങ്കിലും ഏകദേശം 45,000 റേഞ്ച്, 45,000, 47,000 റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാറ്റഗറീസ് ഒക്കെ. ഈ ഒരു റാങ്ക് 45,000 റാങ്കിൽ നിൽക്കുന്നവർ പോലും സേഫ് ആണ്. ഒരു ഗവൺമെന്റ് സെക്ടറിൽ എനിക്കൊന്ന് സിവിൽ ഗവൺമെന്റ് സെക്ടറിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പോസിബിലിറ്റി ഉള്ള ഏറെയുള്ള ഒരു സ്ട്രീമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കും. അതായത് ടോപ്പിലേക്ക് നിൽക്കുന്ന കോളേജുകൾക്ക് അത്യാവശ്യം പ്ലേസ്മെന്റ് ഉള്ള കോളേജുകളാണ് ഗവൺമെന്റ് കോളേജ്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകൾ പർട്ടിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം പ്ലേസ്മെന്റ് നല്ല പ്ലേസ്മെന്റ് ഉള്ള കോളേജുകളാണ് ഇതൊക്കെ. ഓക്കെ, അടുത്ത നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഓവറോൾ നോക്കാം അല്ലെ. ഇത് സെൽഫ് ഫിനാൻസിങ് സെക്ടർ ആണ്. ഗവൺമെന്റ് സെക്ടറിലെ 3 കോളേജുകൾ TKM കൊല്ലമുണ്ട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ഉണ്ട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് ഉണ്ട്. അവിടുത്തെയാണ് ഈ 3. ഏകദേശം 7,778 ഏകദേശം 7,000-നും 8,000-നും ഇടയിൽ റാങ്ക് വന്നാൽ 7,000-നും 8,000-നും ഇടയിൽ റാങ്ക് ആണ് എന്ത് ചെയ്യുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിരിക്കുന്നത്. എല്ലാവരും ഓപ്പൺ കാറ്റഗറിയിലായിരിക്കും ആദ്യം കൺസിഡർ ചെയ്യുക. ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 13,000 എല്ലാം ആ ഒരു റേഞ്ച്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6,000-ന്റെ ഡിഫറൻസ് ആണ് ഈഴവ കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത്. കുറച്ചുകൂടി എന്ത് ചെയ്യുക, മാർക്ക് കുറവുള്ളവർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈഴവ കാറ്റഗറിയിലാണെങ്കിൽ അഡ്മിഷൻ കിട്ടും. അതേപോലെ മുസ്ലിം കാറ്റഗറി 11,000 വന്നിട്ടുണ്ട്, LA 22,000, എനിക്കൊന്ന് SC 43,000 കിട്ടിയിട്ടുണ്ട്. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 24,000. നേരത്തെ നമ്മൾ നോക്കി SC ST കാറ്റഗറിയിൽ 43,000, 40-ന് മുകളിലുള്ളവർ പോലും സേഫ് ആണെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ പോസിബിലിറ്റീസ് നോക്കുക. എല്ലാ കാറ്റഗറിനെ ഓപ്പൺ വിഭാഗത്തിലായിരിക്കും കൺസിഡർ ചെയ്യുക ആദ്യം. സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിൽ 50,000 റാങ്കിന് പോലും കഴിഞ്ഞ വർഷം കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ടുണ്ട്. 33,644 കോട്ടയം അല്ലേ സെയിന്റ് കിറ്റ്സിൽ കിട്ടിയിരിക്കുന്നത്. ബട്ട് 50,000 വരെ കിട്ടിയിട്ടുണ്ട്. ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ് മംഗളം സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിലുള്ള കോളേജ് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ നല്ല ടോപ്പ് റാങ്ക് ഉള്ള, കമ്പാരിറ്റീവ്ലി ഡിമാൻഡിംഗ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പാരിറ്റീവ്ലി ഡിമാൻഡിംഗ് ആണ്. സിവിൽ പോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുള്ളതാണ് EC. CET ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ 761 റാങ്കിന് മാത്രമാണ് CET-ൽ അഡ്മിഷൻ. അതിൽ നമുക്ക് സിവിലേക്ക് വരുന്ന സമയത്ത് 5,000 ആണെങ്കിൽ അത് കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് 761 ആണ്. ഓക്കെ, ഏകദേശം ഒരു 2,000, 3,000, 5,000 റേഞ്ചുകാർക്ക് വരെ ECക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 5,044 വരെ കാലിക്കറ്റിൽ അഡ്മിഷൻ ലഭിച്ചു. ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും ഇനീഷ്യലി വരുന്ന കോളേജുകളിലൊക്കെ 4,000, 5,000 ആ റേഞ്ച് ആണ് വരുന്നത്. താഴോട്ട് വരുന്നതും അത് 1,000-ലേക്കും 2,000-ലേക്കും ബിലോ 1,000-ലേക്കൊക്കെ വരുവാണ്. നമ്മൾ കാറ്റഗറി ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 16,000, 17,000 റേഞ്ചുകാർക്ക് വരെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചു. അതേപോലെ തന്നെയാണ് മുസ്ലിം കാറ്റഗറിയും 11,000 വരെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചു. ഇനി LA കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ 37,000
അതേപോലെ 43,000 റാങ്കുകാർക്ക് വരെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. SC ST കാറ്റഗറിയിലാണെങ്കിൽ ഏകദേശം 45,000 മുകളിൽ 49,000 SC കാറ്റഗറി 52,000 കാറ്റഗറിയിൽ ലഭിക്കുന്നുണ്ട് SC ST കാറ്റഗറി. റാങ്ക് കുറച്ച് ബാക്കിലാണെങ്കിൽ പോലും എല്ലാ കോളേജുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ സ്ട്രീമുകളൊക്കെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ റാങ്ക് അനുസരിച്ച് റാങ്ക് നോക്കുക, റാങ്ക് നിങ്ങളെ കാറ്റഗറി നോക്കണം. ജനറൽ കാറ്റഗറി ആണോ വരുന്നത്, അങ്ങനെ ഏത് SC കാറ്റഗറി ആണോ ST കാറ്റഗറി ആണോ നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു 2024 ഡാറ്റ വെച്ച് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം കിട്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ. അതേപോലെ നമുക്ക് ട്രിപ്പിളി നോക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഗവൺമെന്റ് സെക്ടറിൽ 7,000 റാങ്കുകാർക്ക് വരെ ഗവൺമെന്റ് സെക്ടറിൽ ഒരു സീറ്റ് ട്രിപ്പിളിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ EZ കാറ്റഗറിക്ക് 20,000 വരെ, ഇവിടം വരെ കംപ്ലീറ്റ്ലി പ്യൂർലി ഗവൺമെന്റ് ആണ്. 20,000 റാങ്കിന് വരെ EZ കിട്ടിയിട്ടുണ്ട്. മുസ്ലിം ആണെങ്കിൽ 13,218 അല്ലെ ഇടുക്കി വന്നിരിക്കുന്നത്. ഒരു 13,000 റേഞ്ചുകാർക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. ഓരോ കാറ്റഗറിയും അങ്ങോട്ടേക്ക് പോകുമ്പോൾ എല്ലാ കാറ്റഗറി 44,000 ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 7,400 വരെ ലഭിച്ച കോളേജുകളുണ്ട്. TKM-ലൊക്കെ 7,400 അത് മാത്രം. കോളേജ് അനുസരിച്ച് കോളേജിന്റെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, അത് ഡിമാൻഡിങ് ആയി വരും. ഓക്കെ, ഓരോ കോളേജിനും റാങ്ക് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് അടുത്ത് നമുക്ക് IT നോക്കാം. ഇൻഫോർമേഷൻ ടെക്നോളജി ആണ്. ഗവൺമെന്റ് സെക്ടറിൽ കഴിഞ്ഞ തവണ ഓപ്പൺ വിഭാഗത്തില് 9,469 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ജനറൽ കാറ്റഗറി 7,477, 9,469, 6,214 അല്ലേ. അതേപോലെ ഈഴവ കാറ്റഗറിയിൽ 20,892 വരെ അഡ്മിഷൻ ലഭിച്ചു. മുസ്ലിം കാറ്റഗറി 17,600. ഓക്കെ, അത് എല്ലാ കാറ്റഗറിയും 41,762 ആണ്. SC ലേക്ക് വരുന്നത് 49,963 റാങ്ക് ഉള്ളവർക്കും ST കാറ്റഗറി. അതേപോലെ എനിക്കൊന്ന് DV കാറ്റഗറിയിലും 42,000 റാങ്ക്, അതേപോലെ 39,000 റാങ്കുകാർക്കൊക്കെ കഴിഞ്ഞ വർഷം ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ഒരുപാട് നോക്കുന്നുണ്ടല്ലേ. ഏറ്റവും ഡിമാൻഡിങ് കഴിഞ്ഞ വർഷം ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ബ്രാഞ്ച് ആയിരുന്നു കമ്പ്യൂട്ടർ സയൻസ് അല്ലേ. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ CET ട്രിവാൻഡ്രത്ത് 530 മാത്രമാണ് CET-യിൽ കഴിഞ്ഞ തവണ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തൊരു കുട്ടിക്ക് മാത്രമേ CET-ൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുള്ളൂ. 530 നല്ല റാങ്ക് ആണ്. എല്ലാ കോളേജുകളിലും വളരെ ഡിമാൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന സ്ട്രീമാണ് കമ്പ്യൂട്ടർ സയൻസ്. നോക്കിയാൽ മതി, നിങ്ങൾ ഇതിൽ ഫസ്റ്റ് കണ്ണൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ 2,000, 1,900, 3,000, 1,000, 1,500, 530 ആ റേഞ്ച് ആണ്. 3,000-ന് താഴെയാണ് വരുന്നത്. അതേപോലെ ഓപ്പൺ കാറ്റഗറി മാത്രമല്ല, നമ്മൾ EZ-ലേക്ക് വരുമ്പോൾ പോലും ട്രിവാൻഡ്രത്തെ 799 കിട്ടിയത്. അതേപോലെ മുസ്ലിം കാറ്റഗറി 815. ബട്ട് എനിക്ക് തോന്നാത്തി ഒരു 6,000-7,000 റേഞ്ചിലുള്ളവർക്കൊക്കെ കഴിഞ്ഞ തവണ ഗവൺമെന്റ് സെക്ടറിൽ കമ്പ്യൂട്ടർ സയൻസ് ലഭിച്ചിട്ടുണ്ട് മുസ്ലിം കാറ്റഗറിയിൽ. നമ്മൾ ബാക്കിയുള്ള ബ്രാഞ്ചുകളൊക്കെ നോക്കുന്ന സമയത്ത് SC ST കാറ്റഗറി ഒക്കെ വരുന്ന സമയത്ത് എത്ര 40,000-ന് മുകളിലായിരുന്നു. പക്ഷെ ഇത് വരുന്നത് 32,000-നൊക്കെ വരുന്നത് അല്ലേ. ST-ൽ മാത്രം 49,286. അതെ, CET നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം കാറ്റഗറി 815, LA 1,209, ബാക്ക്വേർഡ് ഹിന്ദു 1,005 കിട്ടി. DV 2,009. ഏത് കാറ്റഗറി എടുത്താലും ഏകദേശം നല്ല റാങ്ക് നേടിയവർക്ക് തന്നെയാണ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അത്രയും ഡിമാൻഡ് ആണെങ്കിൽ 652 KU ആണെങ്കിൽ 1,236. SC കാറ്റഗറി 6,300. CET ആണ് 6,322. റെഡി അല്ലേ. അത് സീറ്റിലെ മാത്രം കാര്യമാണ്. ടോട്ടലി എല്ലാ കോളേജുകളും എടുക്കുമ്പോൾ DV-ലും അതേപോലെ SC ST ST നമ്മൾ കാറ്റഗറി കോളേജുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കോളേജ് ഒന്നാണ് CET. അതുകൊണ്ട് തന്നെയാണ് ആ റാങ്ക് വരുന്നത്. ഓക്കെ, ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും കൂടി നമുക്ക് നോക്കാം. മെക്കാനിക്കൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന കോഴ്സാണ്. ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകളാണ് ഇതുവരെയുള്ള കോളേജ്. ഏകദേശം 12,000 റേഞ്ചിലാണ് ഇനീഷ്യലി വരുന്നത്. 12,000 റേഞ്ചിൽ 10,000, 12,000, 11,000 റേഞ്ചിൽ റാങ്ക് ഉണ്ടെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത്തവണ റാങ്ക് ലിസ്റ്റ് വരാൻ കുറച്ച് ആൾക്കാർ ടെൻഷൻ അടിച്ച് എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ അഡ്മിഷനും കാര്യങ്ങളും പുറത്തെടുക്കാനുള്ള സാധ്യതയുണ്ടല്ലേ. അതിൽ കുറച്ച് കോളേജുകൾ മാത്രമേ ടൈറ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഏകദേശം സീറ്റിൽ തന്നെയാണ് 3,274 അല്ലേ. 3,200 റാങ്കുകാർക്ക് മാത്രമാണ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചത്. ബാക്കി എല്ലാവർക്കും 5,000 മുകളിലാണെങ്കിൽ എന്ത് ചെയ്യുക, ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ. അതേപോലെ EZ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒരു 17,000, 19,000, 23,000 വരെ ലഭിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 20,000 സേഫ് ആയിട്ടുള്ള ഒരു റാങ്ക് ആണ് നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടർ. അതായത് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നേടാനാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജ് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് സെക്ടറിൽ ഒരു ഗവൺമെന്റ് സീറ്റ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു 20,000 റേഞ്ചിൽ വന്നാൽ ഒരു ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സീറ്റ് ലഭിക്കും മെക്കാനിക്കൽ. അതേപോലെ മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിലും 20,000, 18,000 തന്നെയാണ്.
ബാക്കി സീറ്റിലെ മാത്രം 3700 മാത്രമാണ് സീറ്റിൽ അഡ്മിഷൻ സി ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാം ഓൾമോസ്റ്റ് 10,000 താഴെ 10,000 താഴെയാണ് മെക്കാനിക്കലിന്റെ റേഞ്ച് വരുന്നത്. LA കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ 50,000 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. 50,000 റാങ്കിന് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ അഡ്മിഷൻ ലഭിച്ചു. അതേപോലെ BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി നോക്കുകയാണെങ്കിൽ 28,400 13,000 27,000 ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള കാറ്റഗറി നോക്കുകയാണെങ്കിൽ 40,000 50,000 വരെ ആ ഒരു കാറ്റഗറി. ഏകദേശം എല്ലാം നോക്കുക, കോളേജ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അല്ലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ട്രീം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് കിട്ടട്ടെ. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ റിസൾട്ട് ഒക്കെ നോക്കി, റിസൾട്ട് ഒക്കെ ഉടനെ തന്നെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, എന്ത് കാര്യങ്ങളും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇത് അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചാനൽ തന്നുകൊണ്ടിരിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ.